വാരണമായിരം റിലീസ് ചെയ്തിരിക്കുകയാണ്. വാരണമായിരം എന്ന് വെച്ചാൽ എന്താണ്? 1000 ആനകൾ എന്നാണ്. അതായത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും പടത്തിന് 1000 ആനകൾ എന്നൊരു ടൈറ്റിൽ വരാൻ കാരണം? ഇത് ലോർഡ് വിഷ്ണുവായിട്ടുള്ള ഒരു ഐതിഹ്യമാണ്. ആണ്ടാൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ലോർഡ് വിഷ്ണുവായിട്ട് സ്പിരിച്വലിയും ഫിസിക്കലിയും ഒക്കെ പ്രണയത്തിലാവുകയാണ്. എന്നിട്ട് തൻ്റെ ഒരു സ്വപ്നം തൻ്റെ കൂട്ടുകാരിയുമായിട്ട് പങ്കുവെക്കുന്ന ഒരു ലൈനാണ് നാച്ചിയാർ തിരുമൊഴിയിൽ വാരണമായിരം വന്ത് സൂല എന്ന് പറയുന്നൊരു ലൈനുണ്ട്, ഒരു 4 ലൈൻ. അതിൽ പറയുന്നത് 1000 ആനകൾ നിൽക്കുമ്പോഴും ലോർഡ് വിഷ്ണു തന്നെ കല്യാണം കഴിക്കാൻ വരുന്ന ഒരു രംഗത്തെ പറ്റിയിട്ടാണ് തൻ്റെ ഫ്രണ്ടിനോട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മൂവിയിലും മെയിൻ ക്യാരക്ടറായിട്ടുള്ള സൂര്യയ്ക്ക് അത്രത്തോളം ശക്തി ഉണ്ടെന്ന് പറയപ്പെടുന്നു. അത് കാണിക്കുന്നതാണ് നെഞ്ചിക്കുൾ പെയ്തൊരു മാമല. അതായത് തൻ്റെ ഹൃദയത്തിൽ മഴയും ഇടിയൊക്കെ വെട്ടിക്കാൻ കഴിവതുള്ളൊരു പ്രണയത്തിൽ അവൻ അലിഞ്ഞു പോവുകയാണ്. അതിനുശേഷം സ്റ്റോറി തിരിയുന്നു. എന്നിട്ടും ഡ്രഗ് അഡിക്ഷനൊക്കെ വന്നിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. സോ അത്രത്തോളം ശക്തി ഈ ഒരു ക്യാരക്ടറിനുണ്ടെന്ന് കാണിക്കുകയാണ്. എന്നാൽ ഈ ഒരു ശക്തി തനിക്ക് കിട്ടിയത് തൻ്റെ അച്ഛനിൽ നിന്നാണ് എന്ന് മാലിനി അവസാനം ഈ ഒരു പടത്തിൻ്റെ ക്ലൈമാക്സിൽ പറയുന്നുണ്ട്. അതായത് 1000 ആനകൾ നിൽക്കുന്നത് പോലെയാണ് തൻ്റെ അച്ഛൻ എന്നെ കല്യാണം കഴിക്കാൻ വന്നത് എന്ന് മാലിനി അവസാനം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, സൂര്യ ഈ വാരണമായിരത്തിലെ സൂര്യയുടെ ക്യാരക്ടറിൻ്റെ അച്ഛൻ പേര് കൃഷ്ണൻ എന്നാണ്. കൃഷ്ണൻ എന്ന് പറയുന്നത് ലോർഡ് വിഷ്ണുവിൻ്റെ ഒരു വേറൊരു പേരാണ്.